ഉമ്മൻചാണ്ടി എന്നെ ദ്രോഹിച്ചതിന് കുഴപ്പമൊന്നുമില്ല. എൻ്റെ കുടുംബം തകർത്തി എൻ്റെ സർവ്വതും പിടിച്ചു വാങ്ങിച്ച് എൻ്റെ മക്കളെയും എന്നെയും വേർപെടുത്തി വിടാൻ മധ്യസ്ഥ വഹിച്ച ഉമ്മൻചാണ്ടി. നമസ്കാരം. ചെറ്റയാംവിടൻ ഞാൻ ഇനിമേൽ കഷ്ടമെങ്ങനെ കണ്ണാടി നോക്കുമെന്ന് വൈലോപ്പിള്ളി കുടിയൊഴിക്കൽ എന്ന കവിതയിൽ പറയുന്നുണ്ട്. ചെറ്റത്തരം ചെയ്യുന്നവർക്ക് കണ്ണാടി നോക്കാൻ പോലും ധൈര്യമില്ലാതിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. കെട്ടിയ പെണ്ണിനെയും പിള്ളേരെയും ഉപേക്ഷിക്കുക, ഭാര്യയെ തല്ലുക, കണ്ടിടം കയറി നടക്കുക, കണ്ട കയ്യാല ചാടുക, കള്ളു കുടിച്ച് തെറി പറയുക എന്നിവയാണ് വിടന്മാരുടെ പഴയ ലക്ഷണങ്ങൾ. ഇങ്ങനെ ചെറ്റത്തരം കാണിക്കുന്നവർക്ക് പലതും നഷ്ടപ്പെടും. ഇങ്ങനെയും കവി മുന്നറിയിപ്പ് തരുന്നു. അതിന് മറ്റുള്ളവരെ പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. കുടിയൊഴിക്കൽ എന്ന കവിതയിൽ അവതാരിക എഴുതിയ കവി NV കൃഷ്ണവാര്യർ ഇങ്ങനെ തുടങ്ങി: നിങ്ങളുടെ തറവാട്ട് വകപ്പറമ്പിൽ ഒരു തൊഴിലാളി കുടികിടക്കുന്നു. എന്നും സന്ധ്യയ്ക്ക് അവൻ കള്ളു കുടിച്ച് ഭാര്യയെ തെറി പറയുന്നു. കുറേയേറെ ദിവസം ഇത് കണ്ടാൽ നിങ്ങളവനെ താക്കീത് ചെയ്യില്ലേ? ചെയ്യും. നിർത്താത്ത പക്ഷം അവൻ കുടി ഒഴിഞ്ഞു പോകേണ്ടി വരുമെന്ന് നിങ്ങൾ പറയും. പക്ഷേ പിറ്റേന്ന് തന്നെ അവൻ കുടിച്ചിട്ട് വന്ന് നിങ്ങളുടെ കുടുംബത്തെ ആഭാസമായി അധിക്ഷേപിച്ചാൽ നിങ്ങൾ അവനെ പിടിച്ച് ഒരടി കൊടുത്തെന്ന് വരും. ഇനി കവിതയിൽ നിന്ന് നമുക്ക് ആനുകാലിക രാഷ്ട്രീയത്തിലേക്ക് വരാം. ഈ ഒരവസ്ഥയിൽ തൻ്റെ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന ഒരു മന്ത്രിയെ ഭാര്യയെ തല്ലിയതിൻ്റെയും ചീത്ത വിളിച്ചതിൻ്റെയും പേരിൽ മുഖ്യമന്ത്രി ഒന്ന് ഉപദേശിക്കുന്നു. നിന്റെ തല്ലും ചെറ്റത്തരവും നിർത്തിയില്ലെങ്കിൽ മന്ത്രിപ്പണി ഒഴിഞ്ഞു പോകേണ്ടി വരുമെന്ന് പറയുന്നു. ഒടുവിൽ ആ മന്ത്രിക്ക് പുറത്തു പോകേണ്ടി വരുന്നു. അതിന് സൽബുദ്ധി ഉപദേശിച്ച ആ മനുഷ്യൻ്റെ കുടുംബത്തെ ആഭാസമായി അധിക്ഷേപിക്കുകയാണെങ്കിൽ നമ്മൾ എന്തു ചെയ്യും? കഴിഞ്ഞ ദിവസം ഉമ്മൻചാണ്ടിയുടെ മകൻ മന്ത്രി ഗണേഷ് കുമാറിനെതിരെ നടത്തിയ ഒരു പ്രസംഗവും മറുപടിയുമാണ് പുതിയ വിവാദ വിഷയം. ചാണ്ടി ഉമ്മൻ പറഞ്ഞത് എൻ്റെ പിതാവിനെ ചതിച്ചത് ഗണേഷാണെന്നും എൻ്റെ പിതാവ് പുത്രനെ പോലെയാണ് ഗണേഷിനെ കണ്ടത് എന്നുമാണ്. ഉവ്വേ, പിതാവിനെ പോലെ കണ്ട് ആദരിച്ച ഒരുത്തിയാണ് ഉമ്മൻചാണ്ടിയെ ബലാത്സംഗ വീരനാക്കിയത്. പിതൃസ്നേഹമൊന്നും ആരും അധികം പറയാതിരിക്കുന്നതാണ് നല്ലത്. എന്തായാലും ചാണ്ടിയുടെ പ്രസംഗത്തിന് മറുപടി പറഞ്ഞ ഗണേഷ് കുമാർ പറഞ്ഞത്, ഉമ്മൻചാണ്ടി ഒറ്റയൊരുത്തനാണ് എൻ്റെ ഭാര്യയെയും മക്കളെയും എന്നിൽ നിന്നും അകറ്റിയത് എന്നാണ്. എൻ്റെ കുടുംബം തുലച്ചത് ഉമ്മൻചാണ്ടിയാണ്. കുഞ്ഞൂഞ്ഞ് ഇത്രമാത്രം ക്രൂരനാണെന്ന് ആരറിഞ്ഞു? കുടുംബം മറന്ന് കുടിക്കുന്നവന്മാർ 1-ാം തീയതിയെങ്കിലും ഭാര്യയോടും മക്കളോടുമൊപ്പം സന്തോഷത്തോടെ കഴിയട്ടെ എന്ന് കരുതി 1-ാം തീയതി ട്രൈഡേ ആക്കിയ നിഷ്കാമകർമ്മിയായിരുന്നു ഉമ്മൻചാണ്ടി. ആ ഉമ്മൻചാണ്ടി കുടുംബം കലക്കിയാണെന്ന് ആരറിഞ്ഞു? കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബമെന്നാണ് പറയുക. കൂടുമ്പോഴൊക്കെ കമ്പക്കെട്ടിന് തീ കൊടുക്കുന്ന കുടുംബമായിരുന്നു ഗണേശിൻ്റെ കുടുംബമെന്നറിയാൻ മലയാളികൾക്ക് പഴയ ചില വീഡിയോകൾ ഒന്നുകൂടി കണ്ടാൽ മതി. സാധാരണ ഭാര്യ വന്ന് ഭർത്താവിൻ്റെ കുറ്റം പറയുന്നത് പതിവാണ്. എന്നാൽ ഭാര്യയും പെങ്ങളും പിതാവും അളിയനും വരെ വന്ന് ഒരുത്തൻ്റെ കുറ്റങ്ങൾ ഇങ്ങനെ അക്കമിട്ട് പറഞ്ഞാൽ അതിനപ്പുറം ആളുകൾക്ക് എന്തു വേണം? പോരാത്തതിന് രക്തബന്ധങ്ങളുടെ കണക്കുമായി കാമുകിയും ചാനലുകളിൽ വരുന്നു. ഇങ്ങനെ വെടിക്കെട്ട് വിവാദത്തിന് കുടുംബത്തുള്ളവർ തന്നെ ഇറങ്ങിത്തിരിച്ചിട്ട് കല്ലറയിൽ കിടക്കുന്ന കുഞ്ഞൂഞ്ഞിനെ അധിക്ഷേപിക്കാൻ ചെന്നിട്ട് വല്ല കാര്യവുമുണ്ടോ? കീഴൂട്ടെ ആനകൾ വരെ പറയും ഞങ്ങളുടെ മുതലാളി ഒരു മോശം സ്വഭാവക്കാരനാണെന്ന്. ഗണേശിൻ്റെ കുടുംബം കലക്കാൻ ഉമ്മൻചാണ്ടി ചെയ്ത മാർഗങ്ങളൊന്ന് കേട്ടു നോക്കൂ. ഭാര്യയോടും മക്കളോടും ഗണേശൻ്റെ കുറ്റങ്ങൾ പറഞ്ഞു കൊടുത്തു. പൊന്നാരമ്പനായ ചെറുപ്പക്കാരനെ നിർബന്ധിച്ച് കള്ളു കുടിപ്പിച്ചു. മറ്റു പൂച്ചെടി ചെന്ന് തിന്നുവാൻ എൻ കൊറ്റനാടിനുണ്ടിപ്പോഴേ കൊതി എന്ന മട്ടിൽ ഗണേശനെ കയ്യാല ചാടാൻ പറഞ്ഞ് പ്രേരിപ്പിച്ചു വിട്ടു. ഇത്രയൊക്കെ ക്രൂരത ചെയ്ത ഉമ്മൻചാണ്ടിയെ നമ്മളിനി എങ്ങനെ ബഹുമാനിക്കും? ഉമ്മൻചാണ്ടി കാരണം എന്തെല്ലാം കുഴപ്പങ്ങൾ ആ കുടുംബത്തിൽ സംഭവിച്ചു. അങ്ങനെ സ്ത്രീപീഡകനായി മാറിയ ഗണേശിനെ ഒടുവിൽ ആ ഉമ്മൻചാണ്ടി തന്നെ മന്ത്രിസഭയിൽ നിന്നും പുറത്താക്കുകയും ചെയ്തു. ആ പക ഇപ്പോഴും ഗണേശന് ഉമ്മൻചാണ്ടിയോടുണ്ട്. കരുണാമയനായ പിണറായി വിജയൻ ഇല്ലായിരുന്നെങ്കിൽ എങ്ങനെ വീണ്ടും വന്ന് KSRTC ബസിൻ്റെ ഡ്രൈവർമാരെ ശാസിച്ചേനെ? കൂടുതൽ പറയിപ്പിക്കാൻ വന്നാൽ വായിൽ വിരലിട്ടിരിക്കില്ല, കഥകളിനി പുറത്തു പറയുമെന്നാണ് അദ്ദേഹത്തിൻ്റെ ഭീഷണി. എൻ്റെ പൊന്നോ, രാഷ്ട്രീയ വിവാദത്തിൻ്റെ വെടിക്കെട്ട് സീനുകളാണ് കീഴൂട്ടെ അപ്പനും മോനും നമ്മൾക്ക് എല്ലാ കാലത്തും സമ്മാനിച്ചിട്ടുള്ളത്. R ബാലകൃഷ്ണപിള്ള ആദ്യമായി അഭിനയിച്ച ഒരു സിനിമയുടെ പേരും വെടിക്കെട്ട് എന്നായിരുന്നു. 1980-ലാണ് ആ സിനിമ പുറത്തു വന്നത്. എന്തായാലും ചാണ്ടി ഉമ്മൻ തീ കൊടുത്ത ആ വെടിക്കെട്ട് ഗണേശന് കാര്യമായ പൊള്ളലേൽപ്പിച്ചു എന്ന കാര്യത്തിൽ യാതൊരു വിധമായ സംശയവുമില്ല. തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ പഴയ കഥയുമായി വരികയാണെന്നാണ് ഗണേശൻ പറയുന്നത്. സരിതായനം ആട്ടക്കഥ കൊണ്ട് അധികാരത്തിൽ വന്നവരല്ലേ നിങ്ങൾ? ഇറങ്ങിപ്പോകുമ്പോഴും അതിൽ തന്നെ പിടിച്ചങ്ങോട്ട് ഇറങ്ങുക ഗണേശേ. സത്യസന്ധതയെപ്പറ്റിയും ആദർശത്തെപ്പറ്റിയും ചതിയെപ്പറ്റിയുമൊക്കെ ഗണേശൻ പറഞ്ഞിട്ട് വീട്ടിൽ പോയി കണ്ണാടി ഒന്ന് നോക്കണം. സരിത ജയിലിൽ നിന്ന് എഴുതിയ ആ മഹത്തായ കത്ത്
ഓരോ കയ്യിലേക്ക് മറിഞ്ഞു പോകുമ്പോഴും ഖണ്ഡകാവ്യവുമായി വളരുകയായിരുന്നു. ഇതേ ഗണേശനാണ് പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിലിനെ എന്തുകൊണ്ട് രാജിവെപ്പിച്ചില്ല എന്ന്. മന്ത്രിയായിരുന്ന തന്നെ കൊണ്ട് രാജിവെപ്പിച്ചതിൻ്റെ ഒരു വിരോധമായിരുന്നു അത്. താങ്കളുടെ ഭാര്യ ചാനലിലും വന്ന് പറഞ്ഞതാണ് അങ്ങയുടെ ക്രൂരതയുടെയും കയ്യാലചാടലിൻ്റെയും ഒക്കെ കഥകൾ. ഭർത്താവിൻ്റെ തല്ലുവാങ്ങി നിങ്ങൾ ആ ഭാവം ചമയങ്ങളില്ലാതെ പ്രദർശിപ്പിക്കുകയും ചെയ്തു. പക്ഷേ ഭാര്യ ഉപദ്രവിച്ചു എന്നാണ് പറഞ്ഞത്. താങ്കൾ ആദർശധീരനും നീതിമാനുമായി എപ്പോൾ അവതരിച്ചാലും മനുഷ്യർ കൂകി വിളിക്കും. പുതിയ തലമുറയെ കൂടി പഴയ സീനുകൾ റീലോഡ് ചെയ്ത് കാണിക്കാമെന്ന മാത്രമേ ഉള്ളൂ. ജനങ്ങളൊന്നും അറിയാത്ത വിഡ്ഢാസുരന്മാരാണെന്ന് വെറുതെ ധരിക്കല്ലേ ഗണേശേ. പത്തനാപുരത്തൊരു പാവം അധ്യാപകൻ്റെ ആസനത്തിൽ പാരയടിച്ചു കയറ്റി വഴിവക്കിൽ തള്ളിയ കഥയൊന്നും പുതിയ തലമുറയ്ക്ക് അറിയില്ല. താങ്കൾ ഇന്നലെയും പറയുന്നത് കേട്ടു, പ്രായമായ മനുഷ്യനെ രാഹുൽ എടോ എന്ന് വിളിച്ച കഥ. ഭീഷ്മാചാര്യരുടെ പ്രായമുണ്ടായിരുന്ന VS-നെ താങ്കൾ വിളിച്ചത് മഹാനേ എന്നായിരുന്നല്ലോ. മറ്റുള്ളവരെ ഗുണദോഷിക്കുന്ന കാര്യത്തിൽ ഗണേശൻ്റെ അത്ര യോഗ്യത വേറെ ആർക്കുണ്ട്? എന്നെക്കൊണ്ട് കൂടുതൽ പറയിപ്പിക്കരുത് എന്ന് പറഞ്ഞാണ് ഗണേശൻ ഭീഷണി അവസാനിപ്പിച്ചത്. ദയവായി പറയൂ, പുതിയ പെണ്ണുകേസുകൾക്ക് വല്ല സ്കോപ്പുമുണ്ടെങ്കിൽ അത് മുടക്കരുത്. മറ്റേ കത്തിൽ ഒരു 2-3 പേജ് കൂടി അധികം ചേർത്താലും വേണ്ടില്ല. പീഡനങ്ങൾക്ക് തീ വിലയുള്ള സമയമാണ് ഇനി വരാൻ പോകുന്നത്. പീഡനക്കേസില്ലെങ്കിൽ പിണറായി യുഗം അവസാനിക്കും.